തിരുസാന്നിധ്യത്തിൽ വന്ന തിരുസഭയെ കരത്താൽ ആശീർവദിക്ക. വീണ്ടെടുപ്പിൻ വിലയ്ക്കു വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങൾ ധന്യരായി തീർന്നിടുവാൻ വഴി തുറന്നോനേ. വ്യാധി മൂലം ദുഃഖിതരായി തളർന്നിടും നേരം ഇലയാതിലെ സുഗന്ധ തൈലം സൗഖ്യം നൽകിയിടും. ഇലയാതിലെ സുഗന്ധ തൈലം സൗഖ്യം നൽകിയിടും. കൃപ നിറഞ്ഞ സ്വാഗത തിരുസാന്നിധ്യത്തിൽ വന്ന തിരുസഭയെ കരത്താൽ ആശീർവദിക്ക. സ്വർഗലോകെ ഏഴകൾക്കായി വീടൊരുക്കുവാൻ പോയ സ്വർഗനാഥ വന്നിടുവാനിനി താമസമാമോ? പോയതുപോൽ വീണ്ടും വരാമെന്ന് ഉര ചെയ്തോനേ. ആഗമനം കാത്തിരുന്നു കൺകൾ മങ്ങുന്നേ. ആഗമനം കാത്തിരുന്നു കൺകൾ മങ്ങുന്നേ. കൃപ നിറഞ്ഞ സ്വർഗതാത തിരുസാന്നിധ്യത്തിൽ വന്ന തിരുസഭയെ കരത്താൽ ആശീർവദിക്ക. കൃപ നിറഞ്ഞ സ്വർഗതാത തിരുസാന്നിധ്യത്തിൽ വന്ന തിരുസഭയെ തൃക്കരത്താൽ ആശീർവദിക്ക. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അല്പസമയം നിങ്ങളുമായി സുവിശേഷം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു.
ലോകത്തിലെങ്ങും സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ സുവിശേഷം നമുക്ക് സവിശേഷതരമായ സമാധാനവും സന്തോഷവും വാഗ്ദത്തം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് കൈവന്ന ഭാഗ്യമാണ് സമാധാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൂതൻ ആട്ടിടയനോട് അറിയിക്കുന്ന സന്ദേശത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ് ദൂതൻ ആട്ടിടയനോട് അറിയിക്കുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, തന്റെ ജനനം സകല മനുഷ്യർക്കും ഒരു സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു. ഈ ലോകത്തെ രക്ഷിക്കുവാൻ, ലോകത്തെ വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകൻ ഉദയം ചെയ്തിരിക്കുന്നു. അന്ധകാരത്തിലും അന്ധതമസിലും ഇരുന്നവർക്ക് ഒരു വലിയ പ്രകാശം ഉദയം ചെയ്തു എന്നാണ് പ്രവാചകൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പാപാന്ധകാരത്തിൽ നിന്നും വീണ്ടെടുത്ത് സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുവാൻ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവന് ശരിയായ ഒരിടം പോലും ജന്മമെടുക്കുവാൻ കിട്ടിയില്ല എങ്കിലും പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി ആ ത്യാഗപൂർണമായ സകല കഷ്ടങ്ങളും സഹിച്ച് മുൻപോട്ട് പോവുകയായിരുന്നു. താൻ ദൈവപുത്രനാണ്, വേണമെങ്കിൽ കൽപ്പിച്ചാൽ എന്തും സംഭവിക്കും. എങ്കിലും കഷ്ടതയിലൂടെ താൻ കടന്നു പോകണം എന്നുള്ളത് ദൈവിക നിർണയമാകിയാൽ അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി കാൽവരിക്കുന്നിൽ യേശുക്രിസ്തു യാഗമായി തീരുകയാണ്. ഹല്ലേലൂയ. നാം വഹിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ തന്റെ മേൽ പിതാവാക്കുകയാണ്. കാരണം തന്റെ പ്രിയപുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. സകല മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെ ഒരു വ്യക്തമായ പ്രകടനമാണ് കാൽവരിക്കുന്നിൽ നാം കാണുന്നത്. പ്രൈസ്. എത്രത്തോളം നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ മാതൃക കർത്താവ് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ കാണുന്നു, ഒരുവന് വേണ്ടി, നല്ല മനുഷ്യർക്ക് വേണ്ടി ഒരുപക്ഷെ ആരെങ്കിലും സ്വന്തം ജീവൻ വെടിയുവാൻ തയ്യാറായേക്കാം. എന്നാൽ നാം പാപികളായിരുന്നപ്പോൾ നമ്മുടെ പാപത്തിൽ ജീവിക്കുന്ന നമ്മെ സ്വതന്ത്രമാക്കുവാൻ കർത്താവ് തന്റെ സ്വജീവനെ അർപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവങ്കലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമായി തീരും, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയുമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആരുടെയും മുഖം ലജ്ജിച്ചു പോകുകയില്ലെന്ന് വചനം പറയുന്നു. കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി താൻ ക്രൂശിതനായി തീർന്നു എന്ന സന്ദേശമാണ് നമ്മെ ബലപ്പെടുത്തുന്നതും നമ്മെ ആശ്വസിപ്പിക്കുന്നതുമായ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ കാലഘട്ടം നാം വിവേചിച്ചാൽ ഏറ്റവും അധികം ജീർണിച്ച ഒരു കാലയളവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാംസ്കാരികമായി നാം വളരെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങളിലും സ്കൂളുകളിൽ തലത്തിൽ മുതൽ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തം കുഞ്ഞുങ്ങളെ പിടികൂടിയിരിക്കുകയാണ്. അവരെ വിടുവിക്കേണ്ടതിന് മുതിർന്ന പൗരന്മാരായ നമ്മൾ, മാതാപിതാക്കൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സഹായിക്കേണ്ട ഒരു കാലഘട്ടം വന്നെത്തിയിരിക്കുകയാണ്. ആകയാൽ ഇന്ന് പകൽ ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. പലയിടങ്ങളിലും രഹസ്യത്തിലുള്ള ഈ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ തലമുറയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം ഇന്ന് കലാലയങ്ങൾക്ക് പകരം കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തുന്ന ഒരു രീതിയിലേക്ക് തിരിയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ആത്മഭാരത്തോടെ, വളരെ കണ്ണുനീരോടെ, നൊമ്പരത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ് ഈ കാര്യങ്ങൾ. നാം മറ്റുള്ളവരുടെ മക്കളല്ലേ, അവർ നശിച്ചോട്ടെ എന്ന് ചിന്തിച്ചാൽ നാളെ നമ്മുടെ ഭവനത്തെയും അത് ഗ്രസിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആകയാൽ നമ്മുടെ ദേശത്ത് ഇങ്ങനെയുള്ള പ്രവണതകൾ തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ദൗത്യവും ഉത്തരവാദിത്വമാണ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ സുവിശേഷീകരണത്തോടൊപ്പം അത് അല്പബോധവൽക്കരണം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സുവിശേഷീകരണ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൽ അത് എങ്ങനെയാണ് തമ്മിൽ സ്നേഹവും കരുണയും വിശ്വാസമൊക്കെ ഉണ്ടാകുന്നത്? അത് പ്രചരിപ്പിക്കപ്പെടുന്നതിലൂടെയാണ്. നമുക്കറിയാം, വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയുമാണ് വികാരങ്ങൾ ഉണ്ടാകുക. സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
കരുണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മറ്റ് സഹതാപത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ വികാരം നമ്മളിൽ ഉണ്ടാകും. ഇത് ചില സ്ഥലങ്ങളിൽ നിന്ന് സുവിശേഷന്മാർ സ്നേഹത്തെ പ്രചരിപ്പിക്കുവാനും കരുണയെ പ്രചരിപ്പിക്കുവാനും വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഒരു ഫലവുമില്ല. എന്നാൽ സ്നേഹം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറിനെ അത് ഉത്തേജിപ്പിക്കുകയും ആ സ്നേഹം എന്ന വികാരത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതായി ശാസ്ത്രം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാക്കുകളൊന്നും വൃഥാവാകുന്നില്ല, നമ്മെ പ്രചോദിപ്പിക്കുകയും കൂടുതൽ നന്മയുള്ളവരായി തീരുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രിയമുള്ളവർ, ഇന്നത്തെ വേദചിന്തയ്ക്കായിട്ട് ഒരു ഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ തന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ച് പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഒരു മേലെടുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, ശമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം വായിച്ചു കേട്ട ഭാഗം കർത്താവിന്റെ ക്രൂശീകരണത്തിന് കൊണ്ടുപോകുന്ന ചില ഭാഗങ്ങളാണ്. എല്ലായിടത്തും രണ്ടഭിപ്രായക്കാർ കാണുമെന്നുള്ള കാര്യത്തിൽ നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ തന്നെ ക്രൂശിച്ചിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ കർത്താവിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുകയാണ്. നീ ദൈവത്തിനെങ്കിൽ ഇറങ്ങി വരിക, ഞങ്ങളെയും നിന്നെ തന്നെയും രക്ഷിക്ക എന്നാണ് തന്റെ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിനെ നിന്ദിച്ചും ദുഷിച്ചും സംസാരിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഒരു കള്ളൻ അത് ക്രിസ്തുവിനെ ന്യായീകരിക്കുവാൻ, നീതീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ നാമോ നമ്മുടെ പാപത്തിന്, നമ്മുടെ കുറ്റങ്ങൾക്ക് ന്യായമായ ശിക്ഷ അത്രേ വഹിക്കുന്നതെന്ന് താൻ പാപബോധത്തോടെ താൻ ഏറ്റുപറയുകയാണ്. പ്രിയമുള്ളവരെ, തന്റെ ആ മനസ്സ് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് പലതും കാണുമ്പോഴും പലരെയും കുറ്റം വിധിക്കുവാനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ കള്ളനെ പോലെ യാഥാർത്ഥ്യമായ അവസ്ഥ കാണുവാനും കർത്താവിനെ മനസ്സിലാക്കുവാനും ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്രയോ നല്ലതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ആ കള്ളൻ അറിയാതെയാണെങ്കിലും യേശുവിനെ നീതീകരിച്ചതുകൊണ്ട്, തന്റെ ഉള്ളിലെ ഗുണങ്ങളെ, സത്യാവസ്ഥയെ മനസ്സിലാക്കി പ്രസ്താവിച്ചതുകൊണ്ട് തനിക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടാകുവാനിടയായി തീർന്നു. നാം മനുഷ്യരെയാകട്ടെ ദൈവത്തെയാകട്ടെ പഴിക്കുന്നത് കൊണ്ടോ ദുഷിക്കുന്നതുകൊണ്ടോ പ്രത്യേകമായി ഗുണമൊന്നുമില്ല. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ഒരു നല്ല പ്രാർത്ഥന കഴിച്ചാൽ ദൈവത്തിൽ നിന്നും ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ അതിന് സംശയവും വേണ്ട. ആ കർത്താവ് ഇത് കേട്ടിട്ട് പറയുകയാണ്, അതെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അല്ല, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. കർത്താവിന് ഇന്നെന്നുള്ള ദിവസമാണുള്ളത്. എല്ലാ ദിവസവും താൻ പറയുന്നത്, ഞാൻ അനന്യനായ ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും സർവശക്തനുമായ ഒരു ദൈവമാകിയാൽ നീ ഭയപ്പെടേണ്ട, നീ എന്നോട് നിന്റെ
പറഞ്ഞുകൊള്ളുക. ഞാൻ നിനക്ക് ഉത്തരം നൽകിയും ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് വചനം വ്യക്തമായി പറയുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെയും അതേ കർത്താവിനെതിരായി സംസാരിക്കാതെയും സകലം സഹിച്ചും ക്ഷമിച്ചും കൊണ്ട് ആ ക്രൂശിലെ കള്ളനെ പോലെ ദൈവത്തെ നീതീകരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കും ഒരു പരദീസയുടെ അനുഭവം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുവാനിടയായി തീർന്നത്. ആകയാൽ അവന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ നാം കാണുക. ക്രൂശ് കാണുമ്പോൾ, രക്തം കാണുമ്പോൾ അതിനെ പരിഹസിക്കാതെ, നിന്ദിക്കാതെ ഈ രക്തം എന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് കർത്താവിൽ സമർപ്പിതമായ ഒരു ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമ്മളും ദൈവത്തിന്റെ മുൻപാകെ നീതീകരിക്കപ്പെടുവാനായി തീർന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമെന്നാണ് തിരുവചനം പറയുന്നത്. അനേക രക്തങ്ങൾ നമ്മെ കുറ്റം വിധിക്കുമ്പോൾ അത് കൊല ചെയ്ത ഹാബേലിന്റെ രക്തം മുതൽ അത് ഗുണകരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. നിലവിളിക്കുകയാണ് തന്റെ പ്രാണനെ കൊന്നവരോടുള്ള പ്രതികാരത്തിനായി. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല. സകല മനുഷ്യർക്കും വേണ്ടി ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിക്കും വേണ്ടി മധ്യസ്ഥ ഇടനില ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമെന്ന്. നമ്മളെക്കുറിച്ച് ഗുണപരമായിട്ടല്ലാതെ ദോഷകരമായിട്ടൊന്നും പിതാവിനോട് യേശുക്രിസ്തുവിനെ സംസാരിക്കാനില്ല. എന്റെ മകൾ തെറ്റിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവന്റെ അറിവില്ലായ്മ കൊണ്ട്, അവളുടെ കൊണ്ട്, അജ്ഞത കൊണ്ട് അത് ചെയ്തു പോയി പിതാവേ, അവരോട് ക്ഷമിക്കണമേ എന്ന് അന്നും ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന സ്നേഹസ്വരൂപനായ ഒരു ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയുടെയും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെയും കാതലായ അതേ വിഷയം എന്ന് പറയുന്നത്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് വചനം വീണ്ടും അവങ്കിലേക്ക് നോക്കുക, നിന്റെ മുഖം പ്രകാശിതമായി തീരും. ഈ ലോകത്തിലുള്ള ജ്ഞാനത്തെയോ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്കോ നിന്റെ ദൃഷ്ടി പതിച്ചാൽ നിനക്ക് സമാധാനം ലഭിക്കണമെന്നില്ല, നിനക്ക് സന്തോഷം ലഭിക്കണമെന്നില്ല. എന്നാൽ ക്രൂശിതനായ നിന്റെ മുഖം പ്രകാശിതമായി തീരും. ആ യേശു ക്രിസ്തുവിന്റെ മുറിവുകളെ നീ ധ്യാനിക്കുക. അത് നിന്നെ സൗഖ്യമാക്കും, അത് നിന്നെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കും, അത് നിന്നെ സ്വഭാവങ്ങളിൽ നിന്നും മറ്റെല്ലാ ചങ്ങലകളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് സാക്ഷ്യം നൽകുന്നത്. അനേകരുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്ന, അനേകരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ ചിത്രീകരിച്ചിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നരഭോജികളെ ഈ സ്നേഹം നരസ്നേഹികളാക്കി മാറ്റുന്നു. മദ്യപാനിലെയും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി തീർന്ന കുഞ്ഞുങ്ങളെ ഇത് വിടുവിക്കുന്നു. സ്വാതന്ത്ര്യവും സമാധാനവും ശക്തിയും പകരുന്നു. അതുപോലെ ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളെ വീണ്ടെടുക്കുവാൻ പരിവർത്തിക്കുന്നു. അതുപോലെ നഷ്ടപ്പെട്ടു പോയ, തകർന്നുപോയ കുടുംബജീവിതങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന പ്രകാശം നമുക്ക് ശക്തീകരണം നൽകുന്നു. അങ്ങനെ എല്ലാവിധത്തിലും നമുക്ക് ഉന്മേഷദായകമായ പ്രോത്സാഹനജനകമായ കാര്യങ്ങളാണ് ദൈവവചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെ പുതിയ സൃഷ്ടിയാകുവാൻ കഴിയും? എങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കാൻ കഴിയും? വചനം അതിനെല്ലാം ഉത്തരം തരുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവനെ രക്ഷിതാവായി, രക്ഷകനായി ഹൃദയത്തിൽ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതം ന്യായീകരിക്കപ്പെടും, നീതീകരിക്കപ്പെടും. നാം പാപമില്ലാത്ത അവസ്ഥയിലേക്ക് കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടാനിടയായി തീരും. കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു നവീകരണം ഉണ്ടാകും. കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കൊരു കഴുകൽ പ്രാപിക്കാൻ കഴിയും. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ആ വിഷയത്തിനും കൂടി കർത്താവിന് പരിഹരിക്കുവാൻ കഴിയും. ഇന്ന് പകൽ നിന്റെ ഭാരം എന്റെ മേൽ
വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുവാനും അതെ പറയുന്ന ഒരു സ്നേഹിതനായി ക്രിസ്തുവിന്റെ സ്വരമാണ് നീ കേൾക്കുന്നത്. നിങ്ങളുടെ സകല ഭാരവും, പരിഹരിക്കപ്പെടാനാകാത്ത സകല പ്രശ്നവും ആ കുരിശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരിക. ആ പ്രാണനാഥൻ നമുക്ക് വേണ്ടി പ്രാണനെ വിട്ടത് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കൂടിയാണ്, നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുത്ത് തരുവാൻ കൂടിയാണ് ക്രിസ്തു അവിടെ മരണം വരിച്ചിരിക്കുന്നത്. അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതമായി തീരുക. അവിടെ കടന്ന് വീണ്ടും ഈ സർവ്വലോകത്തെ നോക്കി കർത്താവ് ഒരു സന്ദേശം പറയുന്നുണ്ട്. അതെ, ആ സകല ഭൂസീമവാസികളുമായുള്ളവര് എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ. നമുക്കറിയാം 7 ഭൂഖണ്ഡങ്ങളിലായി ഏകദേശം 194 രാജ്യങ്ങൾ ലോകത്തുണ്ട്. ആ 194 രാജ്യങ്ങളിലുമുള്ള സകല മനുഷ്യവർഗത്തിനു വേണ്ടിയാണ് യേശു സ്വന്തം ജീവനെ അത് വരിക്കാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭൂമധ്യ രേഖയ്ക്ക് മധ്യഭാഗത്താണ് ഇസ്രായേലിന്റെ സ്ഥാനമെന്ന് നമുക്കറിയാം. അവിടെ കർത്താവ് ജന്മമെടുത്തതും സകല ലോകരാഷ്ട്രങ്ങളിലേക്കും ഈ സുവിശേഷ വെളിച്ചം കടന്നെത്തണം എന്നുള്ളതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് താൻ ജീവിച്ചിരുന്ന സമയമത്രയും യേശുക്രിസ്തു ദൈവത്തിനെന്ന് തെളിയിക്കുന്ന അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. നമുക്കറിയാം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ആദ്യത്തെ അത്ഭുതം കർത്താവ് നിർവഹിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്ന മാർമിക കാര്യം എന്ന് പറഞ്ഞാൽ മദ്യം ഉപയോഗിക്കാമെന്നുള്ള സന്ദേശമല്ല ഇവിടെ നൽകുന്നത്, എന്നാൽ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ദൈവവചനം എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഏത് മനുഷ്യനെയും അത് രൂപാന്തരപ്പെടുത്തി നല്ല വ്യക്തിത്വങ്ങളാക്കി തീർക്കുവാൻ കഴിയും. നമുക്കറിയാം, പച്ചവെള്ളം അതിന് പ്രത്യേക രുചിയോ മണമോ ഗുണമോ ഒന്നുമില്ല. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത് നല്ല രുചിപ്പിക്കുന്ന മധുരമുള്ള വീഞ്ഞാക്കി കർത്താവിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങളെ മധുരിപ്പിക്കുന്ന ശ്രേഷ്ഠമേറിയ വ്യക്തിത്വങ്ങളാക്കി ദൈവത്തിന് നിങ്ങളെ പണിയുവാൻ കഴിയും. ഇതുവരെയും നിങ്ങൾ ഭവനക്കാർക്കോ ലോകത്തിനോ കൊള്ളാകുന്ന ഒരു മനുഷ്യനല്ല എങ്കിൽ നിങ്ങളെ ലോകത്തിനും അത് നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും കൊള്ളാകുന്ന ഒരു വ്യക്തിയായി വീഞ്ഞു പോലെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ വചനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് പകൽ ലോകത്തിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടു, തഴയപ്പെട്ടു, നിങ്ങൾ ഒരുപക്ഷെ പഠിക്കാൻ സമർത്ഥനല്ലായിരിക്കാം, ജീവിതത്തിൽ അത് സമർത്ഥനല്ലായിരിക്കാം, അത് വീട്ടിലും നാട്ടിലും നിങ്ങൾക്ക് നല്ലൊരു പേരില്ലായിരിക്കാം. എന്നാൽ ആ നഷ്ടമായ സകലതും വീണ്ടെടുത്തു തരുവാൻ കർത്താവ് ഇന്നും സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് സഖായിയെ കുറിച്ച് പാവി എന്നുള്ള മുദ്രയാണ് ഏറ്റിരുന്നത്. എന്നാൽ യേശു ക്രിസ്തുവുമായുള്ള തന്റെ കണ്ടുമുട്ടലിൽ താൻ അബ്രഹാമിന്റെ മകനായി രൂപാന്തരപ്പെടുകയാണ്. ആ പാവി എന്നുള്ള ആ പദം മാറി വിശുദ്ധനെന്നും നീതിമാനെന്നും അഭിഷക്തനുമെന്ന നിലയിലേക്ക് സഖായി ഉയർത്തിയ ഒരു കർത്താവ് ഇന്നിവിടെയുണ്ട്. ഇന്ന് പകൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്നെങ്കിൽ, നുറുക്കുന്നുണ്ടെങ്കിൽ ആ തകർച്ചയിൽ നിന്നും നുറുക്കത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച് സവിശേഷതരമായ ഒരു വ്യക്തിത്വമായി പണിതെടുക്കുവാൻ യേശു നിങ്ങളെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ഒരു പുതിയ സൃഷ്ടിയാകുവാൻ, പുതിയ വ്യക്തിത്വം പ്രാപിക്കുവാൻ, ഒരു പുതുമനുഷ്യനാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നും അത് സാധ്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതോടുകൂടി നിങ്ങളും ഞാനും ദൈവമക്കളായി രൂപാന്തരപ്പെടുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വ ദമ്പതിമാർ പാപം ചെയ്ത മുഖാന്തരം ദൈവമക്കൾ എന്നുള്ള പദവി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതോടുകൂടി ആ പദവി വീണ്ടെടുക്കുകയാണ്. തന്നെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നതിലൂടെ ആ പാപപരിഹാരവും മോചനവും നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവമക്കളായി പേര് തിരുത്തപ്പെടുകയാണ്. നമ്മുടെ മകൻ ഇനി അത് ദൈവത്തിന്റെ മകൻ എന്നുള്ള പേരിലേക്ക് നമ്മുടെ പേര് മാറ്റുകയാണ്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും, നുറുക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും നമ്മെ വിടുവിക്കുവാനും സഹായിക്കാൻ കഴിയുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിൽ കൂടെ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. അനേകർ വഴിപിഴച്ച ജീവിതത്തിൽ നിന്നും മടങ്ങി വന്നിട്ടുണ്ട്. സ്വസ്ഥവും സുഖകരമായ ജീവിതം നയിക്കുവാൻ ക്രിസ്തുവിന്റെ വചനം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രചോദനമേകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ പാപികളെ രക്ഷിക്കുന്ന ദൈവം, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിവുള്ള ക്രിസ്തുവിന്റെ രക്തം നമ്മോട് സംസാരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പുതുതാക്കി തീർക്കുന്നു. വചനം പറയുന്നത്, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തരാമെന്നാണ്.
പ്രൈസ് കഠിനപ്പെട്ടു പോയ ഏത് കഠിന മനുഷ്യനെയും മാംസമുള്ള ഹൃദയം ധരിപ്പിച്ച് അത് നല്ല വ്യക്തിത്വമായി രൂപാന്തരപ്പെടുത്തുവാൻ തിരുവചനത്തിൽ കഴിയും. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് അതിന് കഴിവുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആ യഥാർത്ഥ സ്നേഹത്തിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? വചനം പറയുന്നു, യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന്. ഇന്ന് പകൽ ആ ഹൃദയത്തിൽ ദൈവം ഇടം തേടുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിന് ഒരിടമുണ്ടോ? എനിക്ക് താമസിപ്പാൻ ഒരു പാർപ്പിടമുണ്ടോ? നീ എന്നെ അംഗീകരിക്കാൻ തയ്യാറാണോ? നിന്റെ ജീവിതത്തിൽ വന്ന് നിന്നെ പുതിയ സൃഷ്ടിയാക്കിയും വീണ്ടും ജനനമെന്ന പ്രക്രിയയിലൂടെ നിനക്ക് സവിശേഷതരമായ ഒരു വ്യക്തിത്വത്തെ തരാമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ഇന്ന് പകൽ ആ പഴയ മനുഷ്യനെ, പാപത്തിന്റെ സ്വാധീനമുള്ള, പാപത്തിന്റെ മണമുള്ള, ആ മദ്യപാനത്തിന്റെ മണമുള്ള, അത് തെറ്റുകാരനെന്ന് ആരോപിക്കുന്ന, പാപികളെന്ന മുദ്രയുള്ള ആ മനുഷ്യനെ ഉരിഞ്ഞ് മാറ്റിക്കൊണ്ട് ഒരു വിശുദ്ധനെന്ന, ഒരു നീതിമാനെന്ന, അഭിഷക്തനെന്ന പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു വസ്ത്രം നിന്നെ ധരിപ്പിക്കുവാൻ പോകുകയാണ്. യേശു ക്രിസ്തു തരുന്ന സവിശേഷതരമായ വസ്ത്രം നിന്നെ വിശുദ്ധനാക്കി മാറ്റുകയാണ്, പവിത്രനാക്കി മാറ്റുകയാണ്, നിന്നെ നല്ലവനാക്കി മാറ്റുകയാണ്. ഇനി ലോകം നിന്നെ കാണുന്നത് ആ പഴയ പാപ മനുഷ്യനായിട്ടല്ല, പുതുജീവൻ ധരിച്ച ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തുവിൽ നിനക്ക് മറഞ്ഞിരിക്കുവാനും ആ നിന്റെ ജീവനെ സംരക്ഷിക്കുവാനും കഴിയുന്നതാണ് സുവിശേഷത്തിലൂടെ കഴിയുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പ്രിയമുള്ള, ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? ക്രിസ്തുയേശുവിന്റെ രക്തം നമ്മെ ഇന്ന് കഴുകും. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായി വിശുദ്ധരായി തീരുവാൻ ദൈവം നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവസരം തരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആർക്കും ഈ അവസരം ലഭിക്കാതിരിക്കുമ്പോൾ, എല്ലാവർക്കും ലഭിക്കാതിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ കേൾവിയിലൂടെ ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരികയും ആ വിശ്വാസത്താൽ നാം നീതീകരണം പ്രാപിക്കുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നിങ്ങളെ ആ സവിശേഷതരമായ വ്യക്തിത്വത്തിന് ഉടമകളാക്കി തീർക്കുവാൻ കർത്താവ് വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നിനക്ക് ഇതിന് വലിയ ചെലവുകളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ആ ചെലവ് നിർവഹിച്ചു കഴിഞ്ഞു. ആ കാൽവരി കുന്നിൽ കർത്താവ് നിന്നെ വീണ്ടെടുക്കുന്നതിനുള്ള സകല വിലയും കൊടുത്തു കഴിഞ്ഞിട്ടാണ് പറയുന്നത്, മകനെ വരിക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ നിനക്ക് പ്രത്യേകമായി ഒന്നും ചെലവിടേണ്ടതില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ടും വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് പകൽ ആ പാപകരമായ ആ പഴയ വ്യക്തിത്വത്തെ ഉരിഞ്ഞു മാറ്റുവാനും പുതിയ വിശുദ്ധന്റെ ആ വസ്ത്രം ധരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നിന്നെ സ്നേഹത്തോട് വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്ന് ഞാൻ വസിക്കുവാനും നിങ്ങൾക്ക് രൂപാന്തരം തരുവാനും ആഗ്രഹിക്കുന്ന ഒരു നല്ല സ്നേഹപിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആ ജീവനെ നൽകിയ ആ സ്നേഹിതൻ, പ്രിയമുള്ളവർ, ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും സവിശേഷതരമായ വാർത്ത എന്ന് പറയുന്നത്. അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി, അവന്റെ തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്ന ആ സ്നേഹം എത്ര വലുതെന്ന് നാം ഒന്ന് ഓർത്ത് നോക്കുക. ഇന്ന് ആ കാൽവരിക്കുന്നിലേക്ക് നോക്കുന്നവർ പറയും, ഇതെന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താൻ വഹിച്ച കുരിശാണ്. ഇതെന്റെ എന്നെ വിശുദ്ധനാക്കുവാൻ താൻ ഇതാ പാപിയെ പോലെ മരിക്കുകയാണ്. എന്നെ വീണ്ടെടുക്കപ്പെടുവാൻ താൻ ശാപഗ്രസ്തനായി തീരുകയാണ്. കർത്താവേ, അങ്ങയുടെ ആ വരവെങ്കിൽ എന്നെയും ഓർത്തുകൊള്ളുവാൻ അങ്ങേക്ക് കൃപ തോന്നണമേ എന്ന് ആ കള്ളനെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർക്ക് ഒരു പരദീസയുടെ അനുഭവം തന്നെ ഇന്ന് തന്നെ വാഗ്ദാനം ചെയ്യണ കർത്താവ്. ഇന്ന് തന്നെ നീ ഒരു പുതുക്കം പ്രാപിച്ച പുതിയ സൃഷ്ടിയായി തീരും, പഴയത് കഴിഞ്ഞു പോകും എന്നുള്ള വാർത്തയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ സുവിശേഷ സംബന്ധമായി ലജ്ജിതരായി തീരാതെ അഭിമാനമുള്ളവരായി തീർന്ന് ആ കർത്താവിനെ നോക്കുവാനും ആ കർത്താവിനെ ഏറ്റുപറയുവാനും കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിന് അനുവദിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് നമ്മെ വിളിക്കുന്നു സ്നേഹത്തോടെ, അതെ, വാത്സല്യത്തോടെ, നല്ല മനസ്സോടുകൂടി വിളിക്കുകയാണ്. ഇന്ന് പകൽ ആ പിതാവിന്റെ അരികിലേക്ക് വരുവാനും ആ പിതാവിനെ ആശ്ലേഷിക്കുവാനും നിനക്ക് മനസ്സുണ്ടോ? നമുക്കറിയാം, വേദപുസ്തകം ഒരു മുടിയൻ പുത്രന്റെ കഥ പറഞ്ഞുകൊണ്ട് അത് ഒരു വലിയ സവിശേഷതരമായ ആശയത്തെ പ്രസ്താവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു മകൻ പിതാവിൽ നിന്നും തന്റെ സ്വത്തുക്കളൊക്കെ വാങ്ങിച്ച് വിദേശത്ത് പോയി ആർഭാടമായി ജീവിച്ച് മുഴുവനും സ്വത്ത് ചെലവഴിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ സകല സാധ്യതകളും നശിച്ചപ്പോൾ അതേ പന്നികളെ തീറ്റുന്ന ആ ജോലിയിൽ ഏർപ്പെടുവാനും ആ
ഭക്ഷണമെങ്കിലും തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് താൻ വന്നെത്തുകയാണ്. അങ്ങനെ താൻ ആഗ്രഹിച്ചിട്ടും തനിക്കത് ലഭിക്കാതെ വന്നതിനാൽ താൻ പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ആഹാരം പോലും എനിക്കിവിടെ ലഭിക്കുന്നില്ലല്ലോ. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ എന്റെ പിതാവിനോട് പറയും, പിതാവേ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും നീ എന്നെ അംഗീകരിക്കണമേ. അങ്ങനെ പറഞ്ഞ് താൻ തന്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. തന്റെ ഭവനത്തിലേക്ക് യാത്രാമധ്യേ താൻ ക്ഷീണിതനാണ് എങ്കിലും തന്റെ ഭവനം അവിടെ ഉണ്ടെന്നുള്ള ആ വലിയ നിശ്ചയം തനിക്ക് വലിയ വിശ്വാസവും ധൈര്യം നൽകി മുന്നോട്ട് നയിക്കുകയാണ്. അതേ പിതാവ് താൻ പടിവാതിൽക്ക് വന്നപ്പോൾ ദൂരത്ത് നിന്നുകൊണ്ട് ആ മകനെ കണ്ടു. ആ പിതാവ് ഓടിച്ചെന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് തന്നെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. താൻ പിതാവിനോട് പറയുമെന്ന് പറഞ്ഞ ഒരു വാക്കുപോലും കേൾക്കാനോ പറയാനോ അവസരം കൊടുക്കാതെ ആ പിതാവ് തന്നെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. എന്ത് കുറ്റബോധത്തോടും എന്ത് നഷ്ടബോധത്തോടും അതെ താൻ പോയെങ്കിലും വലിയൊരു പദവി തനിക്ക് നൽകുകയാണ്. ഒരു പുത്രനായി ഒരു മകനായി ആ പിതാവ് സന്തോഷപൂർവ്വം കൈക്കൊള്ളുകയാണ്. എത്രയോ വർഷങ്ങൾ ആ മകനെ കാണുവാൻ ആ പിതാവ് അവിടെ കാത്തിരുന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ. മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങളുമായിട്ടാണ് താൻ അവിടെ ഇരുന്ന്. സവിശേഷതരമായ ചെരുപ്പ് തന്നെ ധരിപ്പിക്കുന്നു, പുതുവസ്ത്രം ധരിപ്പിക്കുന്നു, മോതിരം ധരിപ്പിക്കുന്നു. അങ്ങനെ മാത്രമല്ല തടിപ്പിച്ചൊരു കാളക്കുട്ടിയെയും ദൈവം അവന് വേണ്ടി കരുതിയിരുന്നു. ആ പിതാവ് അവന് വേണ്ടി കരുതിയിരുന്നു. എന്നിട്ട് പറയുകയാണ്, എന്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു, നമുക്ക് ഒന്നിച്ച് സന്തോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയൊരു സദ്യയും വിരുന്നും ഒരുക്കി നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി ആ പിതാവ് ആഹ്ലാദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഭൂമിയിലെ പിതാക്കന്മാർ ഇത്രയും അധികം സ്നേഹിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ എത്രയോ അധികം സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമാണ് തിരുവചനം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം അതേ പല കാര്യങ്ങളെക്കുറിച്ചും വ്യാകുലപ്പെട്ട ദൈവത്തോട് ഇനി എങ്ങനെ അടുക്കും എന്ന് നാം ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവവചനം പറയുന്നത്, എന്നോട് അടുത്ത് വരുവീൻ, ഞാനും നിങ്ങളോട് അടുത്ത് വരാം എന്നുള്ള സന്ദേശമാണ്. ആ മകൻ ആ പിതാവിനോട് അടുത്ത് ചെന്നപ്പോഴാണ് ആ പിതാവ് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ആ മുറ്റം വരെയും ഓടി തന്നെ സ്വീകരിപ്പാനിടയായി തീർന്നത്. ഇതുപോലെ പാപകരമായ ആ ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധ്യതകളെയാണ് ഈ ഉപമ വിളിച്ചു തരുന്നത്. അതെ, നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് പകൽ നാം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലായിരിക്കാം എങ്കിലും നാം അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി യഥാർത്ഥമായി കാക്ഷിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ട് എന്നുള്ള പ്രതീക്ഷ നമ്മളെ കൂടുതൽ ജീവിക്കുവാൻ ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളാകുന്നു. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ആ ഭവനത്തിൽ മടങ്ങി വന്നതിന് തന്റെ ജ്യേഷ്ഠ സഹോദരന് അത്ര താല്പര്യമില്ലായിരുന്നു. അത് ഈ മുതലൊക്കെയും തിന്നുകുടിച്ച് നശിപ്പിച്ച മകൻ വന്നിരിക്കുന്നു. ആ മകൻ വന്നപ്പോൾ അത് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് ആണ് തന്നിൽ നിന്ന് വരുവാനിടയായി തീർന്നത്. എന്നാൽ പിതാവ് തന്നെ ആശ്വസിപ്പിക്കുകയാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണല്ലോ. ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, മടങ്ങി വന്നപ്പോൾ നാം സന്തോഷിക്കേണ്ടതല്ലയോ എന്നാണ് പിതാവ് ചോദിച്ചത്. പ്രിയമുള്ളവരെ, തനിക്ക് സകല അവകാശം നഷ്ടപ്പെട്ടെങ്കിലും ആ പിതാവ് തനിക്കൊരു അവകാശം കരുതി വെച്ചിരുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ ചിന്തയാണ്. നാം ഈ ലോകത്തുള്ള സകലം നഷ്ടപ്പെടുത്തുമ്പോഴും നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു പിതാവുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നീ എത്ര കടബാധ്യതയിലാകപ്പെട്ടാലും, നിന്റെ ജീവിതം എത്ര നഷ്ടപ്പെട്ടു നശിച്ചു എന്ന് വിചാരിച്ചാലും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗീയ പിതാവിന്റെ ആലയത്തിലേക്ക് നീ മടങ്ങി വരുമെങ്കിൽ ആ പിതാവ് നിന്റെ ബാധ്യതകളെല്ലാം തീർത്ത് നിന്നെ സ്വതന്ത്രനാക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ആ പിതാവാണ് നിന്നെ വിളിക്കുന്നത്, മകനെ മകളെ വരിക, എന്നെ ഭവനത്തിലേക്ക് ഓടി വരിക, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടത് സകലം വീണ്ടെടുക്കുവാൻ എന്റെ കരങ്ങൾക്ക് കഴിവുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും അവിടെയെല്ലാം നമ്മുടെ ദൈവത്തിന്റെ കരം നമ്മെ വിടിവിക്കുന്ന കരമാണ്, രക്ഷിക്കുന്ന കരമാണ്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ നല്ല കർത്താവിനെ ആ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് വരെയും രക്ഷകനായി അംഗീകരിച്ചിട്ടുണ്ടോ? കർത്താവേ, അങ്ങയുടെ ആത്മസാന്നിധ്യം എനിക്ക് വേണം. അങ്ങ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം.
വേണം എന്ന് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി കൊടുക്കുമെന്ന് വചനം പറയുമ്പോൾ ഇന്ന് പകൽ യഥാർത്ഥമായി മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ മടങ്ങി വരേണ്ടതിന് നീ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. എനിക്ക് സ്വന്തം ബുദ്ധിയാൽ, സ്വന്തം കഴിവിനാൽ മടങ്ങി വരുവാൻ കഴിയാത്ത വിധം ഞാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. എന്നെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും മടക്കി വരുത്തിക്കൊണ്ട് ആ സ്വർഗത്തിന് ഉടമകളാക്കി തീർക്കുവാൻ, അവകാശികളാക്കി തീർക്കുവാൻ ദൈവം പിന്നെയും അവസരം തരുമെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് പകൽ പ്രിയമുള്ളവര്, ആ നല്ല മകനാകുവാൻ അത് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ കാത്ത് കാലങ്ങളോളം കാത്തിരുന്നു. നമുക്ക് മടങ്ങി പോകുവാൻ തയ്യാറാകുമോ? അതോ ലോകത്തിന്റെ പാവ സ്വഭാവങ്ങളിൽ മുഴുകി എക്കാലവും മുഴുകി ജീവിച്ച് നശിപ്പിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? അതോ നീ ഒരു ടേണിംഗ് ബാക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പുതുക്കം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പുതുമയുള്ള ജീവിതം, അതെ, ഒരു സമാധാനമുള്ള ജീവിതം, ഒരു സന്തോഷമുള്ള ജീവിതം, ഒരു ക്രിസ്തുവുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പിന്നെയും അവൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇന്ന് പകൽ ആ പിതാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. പിതാവേ, ഞാനിതാ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു, എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിശ്ചയമായിട്ടും അവൻ നിങ്ങളെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്ന് തിരുവചനം ഉറപ്പ് നൽകുമ്പോൾ ആ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. പ്രിയമുള്ളവരെ, വചനം വീണ്ടും പറയുന്നത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ എന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിച്ച് അവിടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്നാണ്. ഇന്ന് പകൽ ദൈവമുഖം അന്വേഷിക്കുന്ന ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുകയാണ്. അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അറിയേണ്ടതിന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെ മുഖം അവൻ കാണട്ടെ, നമ്മിൽ പ്രസാദിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി തീരട്ടെ. അതുകൊണ്ട് ഇത് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയിട്ടുള്ള ചരിത്രമാണ് തിരുവചനത്തിനുള്ളത്. ആഫ്രിക്കയിലും മറ്റും നരഭോജികളെ കൊല്ലുന്ന അനവധി മനുഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ മിഷണറിമാർ കടന്നു ചെന്ന് സ്വന്തം ജീവനെ പോലും തൃണവൽക്കരിച്ച് സുവിശേഷം പ്രസംഗിച്ചതിന്റെ ഭാഗമായി അവർക്ക് ഇന്ന് നരസ്നേഹികളായി മാറിയിരിക്കുകയാണ്. അവർക്ക് എങ്ങനെ തമ്മിൽ സ്നേഹിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ വചനം പഠിച്ചപ്പോൾ അവർ സ്നേഹിക്കാൻ പഠിച്ചു. അവിടെ ആ നരഭോജ സ്വഭാവം മാറ്റിയെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇത് സവിശേഷതരമായ മാറ്റങ്ങൾ തരുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ഉത്തമ ഗ്രന്ഥമാണ് വേദപുസ്തകം എന്നുള്ള കാര്യത്തിൽ നാം മറന്നു പോകരുത്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി രാജ്യസ്നേഹികളായി തീരുന്ന നല്ല സ്വഭാവമുള്ള ഏറ്റവും ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുവാൻ തിരുവചനം സഹായിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥന വലിയൊരു ശക്തിയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന പ്രാർത്ഥനയിലേക്ക് നാം മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. തിരുവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന അനവധി, പ്രാർത്ഥിപ്പിക്കാൻ സഹായിക്കുന്ന അനവധി തിരുവചനങ്ങളുണ്ട്. വചനം പറയുന്നു, എന്റെ മുൻപിൽ മതിൽ കെട്ടി ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞാനൊരു പുരുഷനെ അല്ലെങ്കിൽ ഒരാളെ തിരയുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെയും ആ ദൈവം തിരയുകയാണ്. ഒരു നല്ല പ്രാർത്ഥനക്കാരനായി തീരുവാൻ, ഇടനിലക്കാരനായി തീരുവാൻ, അല്ലെ കാവൽക്കാരനായി തീരുവാൻ, ദേശത്തെ മതിൽ കെട്ടി അവരെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ നമ്മുടെ ദേശത്തെ അതിക്രമങ്ങളും ക്രൂര സ്വഭാവങ്ങളും മറ്റ് എല്ലാ അഴിമതിയും അക്രമങ്ങളും നീങ്ങണമെങ്കിൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരായുധമായി കരങ്ങളിലെടുക്കുക. ഇന്ന് നമ്മളെ വേട്ടയാടുന്ന ഈ എല്ലാ അടിമത്തങ്ങൾ സൃഷ്ടിക്കുന്നതായ ഈ മദ്യപാനവും കഞ്ചാവും മയക്കുമരുന്നിന്റെ ഉപയോഗം തീരെ ഇല്ലാതെയാകണമെങ്കിൽ നാം പ്രാർത്ഥനാപൂർവ്വം ദൈവത്തെ സമീപിക്കണം. നമുക്ക് അസാധ്യമായവയെ ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ദൈവത്തിന്റെ മറുപടിക്കായി കാത്തിരിക്കാം. അവൻ നമ്മെ നിശ്ചയമായിട്ടും സഹായിക്കും. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കയില്ലെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നതിലും അധികം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നും തിരുവചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതെ, നാം വളരെയധികം കഷ്ടപ്പെട്ട് പണിയത് നമ്മുടെ പണമെല്ലാം കുടുംബത്തിലേക്ക് കൊണ്ടുചെന്നാലും നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ഒരു അപ്രിസിയേഷൻ നൽകുവാനോ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ നാം നിരാശരായി തീരുന്ന അനവധി സന്ദർഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ കർത്താവ് പറയുന്നത്, അവർ നിങ്ങളെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് പകൽ
ശ്വാസത്തിനായി സമാധാനമില്ലാതെ അലയുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഭവനത്തിൽ നിന്ന് കിട്ടാത്ത സന്തോഷം ആനന്ദവും ദൈവം തരും. ഇന്ന് പകൽ വചനത്തിലേക്ക് മടങ്ങുക, വേദപുസ്തകത്തെ ധ്യാനിക്കുക. തിരുവചനങ്ങളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രചോദനവും കരുത്തും ദൈവം നൽകിത്തരും. ഇന്ന് പകലാകയാൽ നമ്മുടെ ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്നുകളുടെ ദുരുപയോഗം ഏറ്റവും വിപത്തുകൾ സൃഷ്ടിക്കുന്നു. ഇന്നത് കൊലപാതകങ്ങളും അത് ഏറ്റവും അക്രമങ്ങളും പിടിച്ചുപറികളും തിന്മകളും അത് അധികമാക്കുവാൻ അത് പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ മയക്കുമരുന്നുകൾ. അതിന്റെ ഉപയോഗം തീരെ ഇല്ലാതെയായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായി യത്നിക്കുകയും ചെയ്യാം. നിശ്ചയമായിട്ടും പ്രാർത്ഥന വലിയൊരു ശക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ചുറ്റുപാടും നടക്കാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ എല്ലാം നേരെയാക്കുവാൻ, ചൊവ്വാക്കുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് തിരുവചനം വ്യക്തമായി പറയുമ്പോൾ ആ സാധ്യത കണ്ടെത്തി ദൈവത്തെ സമീപിക്കുകയാണ് നാം ചെയ്യേണ്ട ഏക മാർഗം എന്ന് പറയുന്നത്. ഇന്ന് പകൽ നിങ്ങൾക്ക് അസാധ്യമായതിനെ എന്റെ അരികിൽ കൊണ്ടുവരിക, ഞാനത് സാധ്യമാക്കി തീർക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തെ നാം എല്ലാവരും സ്നേഹിക്കുന്നു. എല്ലാ വിധമായ പലവിധ ജാതി വർഗങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ എല്ലാവരും ഒന്നുപോലെ പോകുവാൻ കഴിയുന്നത് ഏറ്റവും സൗഭാഗ്യകരമായ അതേ ഒരു കാര്യമാണ്. ദൈവത്തിന് അറിയാതെയല്ല ഇങ്ങനെ ഒരു രാജ്യം ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. തമ്മിൽ സ്നേഹിക്കുവാനും വിശ്വാസം പങ്കിടുവാനും ധൈര്യം കൊടുക്കുവാനും വേണ്ടി അത് നമ്മെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസലാകയാൽ തമ്മിൽ സ്നേഹവും കരുണയും അത് വ്യാപരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ, അത് ആശയങ്ങൾ, അതിനുള്ളതായ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് സുവിശേഷന്മാർ ഈ സുവിശേഷത്തെ പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ ഇതിന് പിന്നിൽ യാതൊരു സ്വാർത്ഥ ലാഭങ്ങളുടെയോ നേട്ടങ്ങളുടെയോ ലക്ഷ്യങ്ങളില്ല എന്ന് സത്യസന്ധമായി അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം അതേ വചനങ്ങൾ അതേ നാം കേൾക്കുമ്പോൾ ചിന്തകൾ ഉണ്ടാകുന്നു, ചിന്തകൾ കേൾക്കുമ്പോൾ വികാരങ്ങൾ ഉണ്ടാകുന്നു. സത്ചിന്തകളെ അത് സദ്വികാരങ്ങൾ ഉണ്ടാക്കുന്നു. സ്നേഹിക്കുവാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, കരുണ കാണിപ്പാൻ പ്രേരിപ്പിക്കുന്നു, സഹനം പാലിപ്പാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആ സ്നേഹത്തിന്റെയും കരുണയുടെയും സമാധാനത്തിന്റെയും ആ ചിന്തകളെ, വികാരങ്ങളെ സമൂഹത്തിലേക്ക് പടർത്തുവാൻ മാത്രമാണ് സുവിശേഷകന്മാർ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. ആകയാൽ ഇന്ന് പകൽ വചനങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതുമാകിയാൽ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. മകനെ, മകളെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവം. എന്റെ പക്കൽ നിന്നെ സംബന്ധിച്ച് തിന്മയ്ക്കുള്ള യാതൊരു പദ്ധതിയുമില്ല. എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി നന്മയ്ക്കുള്ളത് അത്രേ ക്ഷേമകരമായ പദ്ധതിയാണ്. ആ പദ്ധതി എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ അരികിലേക്ക് വരിക എന്ന് ആ സ്നേഹവും ആത്മാവാകുന്ന ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ആത്മാവാകുന്ന ദൈവം എല്ലായിടവും ഉണ്ട്. ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് മേൽക്കാലം ആത്മാവ് ഈ ഭൂമിയൊക്കെയും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടവും ആ പരിശുദ്ധാത്മ സാന്നിധ്യമുണ്ട്. നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തോട് സംസാരിച്ചാലും ദൈവം അത് കേൾക്കുകയും മറുപടി തരികയും ചെയ്യുന്ന ഒരു നിലവാരത്തിലാണ് ഇത് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് മേൽക്കാം ആ കൃപാസനത്തിൽ നിന്ന്, ഉയരത്തിൽ സ്വർഗത്തിൽ നിന്ന് പിതാവും പുത്രനും ദൂതന്മാരും നമ്മെ ശ്രദ്ധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മാറ്റത്തിനായി പരിശ്രമിക്കുന്നവരെ ദൈവം കരം കൊടുത്ത് സഹായിക്കും. ഇന്ന് പകൽ ദൈവമേ, എന്നെ അതിനെ സഹായിക്കണമേ, ഒരു മാറ്റത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, സുവിശേഷ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ അന്തരാത്മാവിൽ കഴുകൽ തരികയാണ്. നിങ്ങളുടെ മനസാക്ഷി അത് കഴുകും, ജീവിതത്തെ അത് കഴുകും, മനസ്സിനെ അത് ശുദ്ധീകരിക്കും, വലിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കും. പ്രിയമുള്ളവർ, ഇന്ന് പകൽ ജീവനുള്ള വചനം അത് സഞ്ചരിക്കുന്ന വചനമാണ്, അത് ജീവിപ്പിക്കുന്ന വചനമാണ്, ജീവദായകമാണ്. അത് മരണത്തെയും പാതാളത്തെയും ജയിച്ചു നിർത്തുന്നേറ്റ വചനമാണ്. ഇന്ന് പകൽ നമ്മെ സൗഖ്യമാക്കുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, നമുക്ക് ശക്തി നൽകുന്ന ആ ജീവദായകമായ ശബ്ദം ഇന്ന് പകൽ എവിടെ പ്രസംഗിച്ചാലും അത് ജീവനോടുകൂടി സഞ്ചരിക്കും. ഇതാരും കേൾക്കാനില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഇതിന്റെ അലകൾ അത് അനേകരെ സൗഖ്യമാക്കുകയും വിടിപ്പിക്കുകയും ജയകരമായ ജീവിതത്തിന് വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇന്ന് പകൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ഓർത്ത് കരയുവിൻ, എന്നെ കുറിച്ച് ഓർത്ത് കരയണ്ട. എനിക്ക് വേണ്ടി ദൈവം വിധിച്ചത് ഞാൻ പ്രാപിക്കുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് പ്രവചിച്ച ആ കാലഘട്ടം ഇന്ന് വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചു പോകുന്നതിന് മുൻപ് ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. 1 മണിക്കൂർ സമയം എന്റെ സ്വരാജ്യത്തിന് വേണ്ടി, എന്റെ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ കരളളിഞ്ഞ് ദൈവസന്നിധിയിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തെ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം
ദൈവത്തിന്റെ കൈകൾ ചെറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം തന്റെ ചെവി മാന്യമായി പോയിട്ടുമില്ല. നല്ല ഹൃദയമുള്ള തരുവാൻ സന്മനസ്സുള്ള ക്രിസ്തു നമ്മോട് പറയുന്നത്, ഇന്നു മുതൽ നീ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ദേശത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, അത് നമ്മെ ഭരിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടിയൊക്കെയും അത് നാം ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ നല്ല ഭരണകർത്താക്കളായി ദൈവം രൂപാന്തരപ്പെടുത്തും. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അത് അസാധ്യമല്ല താനും. ആ സാധ്യമാക്കുവാൻ കഴിയുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ അസാധ്യങ്ങളെ, രാഷ്ട്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദേശത്തിനും ലോകരാജ്യങ്ങൾക്കും കൊള്ളാകുന്ന നിലയിൽ മാന്യപാത്രങ്ങളായി ദൈവരെ രൂപാന്തരപ്പെടുത്തും. ദൈവർക്ക് മാറ്റങ്ങൾ നൽകും. പ്രിയമുള്ളവരെ, ആകയാൽ ദൈവസന്നിധിയിൽ നമുക്കിന്ന് മാറ്റത്തിന് അത് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ഈ കേട്ട സുവിശേഷത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ രാഷ്ട്രം അനുഗ്രഹിക്കപ്പെട്ടതട്ടെ, നമ്മുടെ ഭരണകർത്താക്കൾ അനുഗ്രഹീതരായി തീരട്ടെ. ഇന്ന് പകൽ എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ചാങ്കുർമുക്ക് പ്രദേശത്ത് വന്ന ദൈവജനം പ്രഘോഷിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. സകല മനുഷ്യരുടെയും നന്മ ആഗ്രഹിക്കുന്ന, വിടുതൽ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ആ സ്നേഹസ്വരൂപമായ സ്വഭാവത്തെ ഇവിടെ വർണ്ണിച്ച് സംസാരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഇക്കോന്നി പഞ്ചായത്തിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 18 വാർഡുകളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. 18 ജില്ലയിലെ അത് എല്ലാ 23 പഞ്ചായത്തുകളെയും ഗ്രാമപഞ്ചായത്തുകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോലീസ് സേനാ വിഭാഗങ്ങളെ ഇങ്ങോട്ട് ഭരണം ചെയ്യുന്നവരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, മറ്റ് മന്ത്രിസഭയെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പുരോഗമനപരമായ, സത്യസന്ധവും നീതിനിഷ്ഠവും ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായ നല്ല ഭരണം ചെയ്യുവാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അവിടുന്ന് സഹായിക്കണമേ. മറ്റ് മന്ത്രിമാരെയും അതിനുവേണ്ടി സഹായിക്കണം. വിശേഷം ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന എല്ലാ മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സ്നേഹപൂർവ്വം കാണുവാനും കരുണയോട് വീക്ഷിക്കുവാനും ആർദ്രമായ ഹൃദയങ്ങൾ അവർക്ക് കൊടുക്കണമേ. ഇന്ത്യയെ സമഗ്രമായി സത്യസന്ധതയിലും നീതിയിലും സമാധാനത്തിലും പരിപാലിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ അവർക്ക് കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ധർമ്മത്തിൽ അധിഷ്ഠിതമായ, സത്യസന്ധതയിൽ അധിഷ്ഠിതമായ നല്ല ഭരണം ചെയ്യുവാൻ അവർക്ക് പ്രചോദനവും ശക്തിയും കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് മുതൽ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കുവാനും നന്മയിൽ അധിഷ്ഠിതമായ ഭരണം ചെയ്യുമെന്നുള്ള തീരുമാനവും ഉറപ്പും അവർക്ക് കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ 28 സംസ്ഥാനങ്ങൾ, കേന്ദ്ര ഭരണപ്രദേശങ്ങളിൽ ഭരണം ചെയ്യുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ സമഗ്രമായി സ്നേഹിക്കുവാനും എല്ലാവരെയും ഒന്നുപോലെ കാണുവാനും കരുണയോടും സ്നേഹത്തോടും സത്യസന്ധതയോടും നീതിനിഷ്ഠയോടും ധർമ്മബോധത്തോടും ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ വിവേകവും ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും അവർക്ക് കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ സമശിഷ്ടങ്ങളായ സഹപൗരന്മാരെ ഓർക്കുന്നു. എല്ലാ പൗരന്മാർക്കും അവരുടെ ശാന്തി, സമാധാനം, സന്തോഷം കൊടുക്കണേ. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. രോഗത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിയും വിടുതലും അവർക്ക് കൊടുക്കണമേ. എല്ലാ ഭവനങ്ങളിലും സമാധാനം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണം. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 194 ലോകരാഷ്ട്രങ്ങളുണ്ടല്ലോ. ആ രാജ്യങ്ങളെല്ലാം ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യസന്ധതയിലും നീതിനിഷ്ഠയിലും ധർമ്മബോധത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും കരുണയിലും അധിഷ്ഠിതമായ ഭരണം ചെയ്യുവാൻ ദൈവരെ സഹായിക്കണമേ. ആ രാജ്യത്തുള്ള ഞങ്ങളുടെ ഇന്ത്യക്കാരായ എല്ലാ സഹോദരന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവിടെ ഉണ്ടാകണമേ. അവരെ പരിപാലിക്കണമേ, അവരെ നടത്തണമേ. കർത്താവെ, ആ രാജ്യങ്ങളെ ദൈവത്തിന്റെ കൃപ ഉണ്ടാകണേ. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് സമാധാനപരമായി തീരുവാൻ, ദൈവമേ ശാന്തമായി തീരുവാൻ എല്ലാ രാജ്യങ്ങളിലുള്ള എല്ലാ ഭരണകർത്താക്കൾക്കും അവിടെ കൃപയേകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് പകൽ കേരളത്തെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഞങ്ങളുടെ നടുവിൽ ആരെങ്കിലും കർത്താവെ പ്രയാസപ്പെടുന്നെങ്കിൽ, രോഗങ്ങളാൽ, ദുഃഖങ്ങളാൽ, സംഘർഷങ്ങളാൽ, മാനസിക സംഘർഷങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവരെ സൗഖ്യമാക്കണമേ, ദൈവരെ വിടുവിക്കണമേ. ആരെങ്കിലും സ്വയമരണം കൈവരിക്കുവാൻ നിരാശപ്പെട്ട ജീവിതം നശിപ്പിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവർക്ക് വഴികാട്ടിയായി മാറണമേ. പുതു ചൈതന്യവും ജീവനും പകരണമേ. പുതിയ ജീവിതം അവർക്ക് കൊടുക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ എല്ലാ സഹോദരന്മാർക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ സ്ഥലത്ത് കടവ്യാപാരം ചെയ്യുന്നവർ,
കർത്താവേ, വഴിയാത്രക്കാർ ഇത് ശ്രദ്ധിച്ച ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അവിടെ ഹൃദയങ്ങളെ സമാശ്വസിപ്പിക്കണമേ, അവിടെ കുടുംബങ്ങളെ സഹായിക്കണം, അവിടെ പ്രവൃത്തി മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ അവരെ സൂക്ഷിക്കണം. ഞങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്നുപോലെ ഓൺലൈൻ വഴിയായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവർ, ശ്രദ്ധിക്കാനിരിക്കുന്നവർ എന്നിവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്കും ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമായിരിക്കാൻ, ആശ്വാസകരമായിരിക്കാൻ ദൈവം സഹായിക്കണമേ. അടിയനെ അനുഗ്രഹിക്കണമേ. അടിയന് പോക്കുവരവിൽ കർത്താവെ അവിടുത്തെ കാവലും സൂക്ഷിപ്പും ഉണ്ടാകണമേ. അവിടുത്തെ ദൂതന്മാരാൽ അടിയനെ നയിക്കണമേ. ആവശ്യം അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തോ അത് മാത്രം പറയുവാൻ ദൈവനെ സഹായിക്കണം. അടിയനെ തൃക്കരയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ അല്പസമയം ഈ സുവിശേഷത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
എന്നതോർത്തു ആധിയേറും യാത്രയിൽ ഭാവി തൻ നിഗൂഢതയിൽ ഭാരമേറും വേളയിൽ കരുതലിൻ കരങ്ങൾ നീട്ടി അരുമനാഥനരികയാ ഇന്നലെയുമിന്നുമെന്നും നല്ലവൻ എന്നോർക്കും ഒന്നു ഞാനറിഞ്ഞിടുന്നു, ഒന്നു ഞാനുറയ്ക്കുന്നു, എൻ കരം പിടിച്ചിടുന്ന എന്റെ സംഭവിക്കും എന്നു ഞാൻ ഭയന്നിടും. നേരമൻ കരം പിടിച്ചൻ ഭീതിയെല്ലാം മാറ്റിടും. വാനിലെ പറവകൾക്കും വേണ്ടതെല്ലാമേകൂ ഏതു നേരവുമെൻ ചാരേ